അറിയിപ്പുകൾ. ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് ലൂർദ് മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അവരുടെ പാർട്ടിസിപ്പേഷനെ എല്ലാ കുടുംബങ്ങളും കാഴ്ചപ്പിനും മറ്റും സഹകരിച്ചു, പങ്കെടുത്തു. അവർക്ക് പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻറ്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് നന്ദി. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് സെൻറ്റ് റീത്ത കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം കാരുണ്യമാതാ കുടുംബ യൂണിറ്റ് 3200 രൂപ. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപിരിവ് ബസിലിക്കയിലെ സഞ്ചിപിരിവ് 34,616. സെൻറ്റ് റോക്കി കപ്പേളയിലെ സഞ്ചിപിരിവ് 9,599. സെൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപിരിവ് 5,310. മഞ്ഞുമാതാ ബസിലിക്കയുടെ അങ്ങാടി കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിവ്യബലി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഫാദർ നെൽസൺ ജോബ് OCDയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നു. ഇന്ന് വൈകിട്ട് ഇവിടെ ബസിലിക്കയിൽ 5:30 മണിക്കുള്ള ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൊമ്പ്രേറിയ തിരുനാൾ 20, 21, 22 അടുത്ത വെള്ളി, ശനി, ഞായർ എന്നീ തീയതികളിലാണ് നടത്തപ്പെടുന്നത്. തിരുനാൾ കൊടികയറ്റം 20-ാം തീയതി ഈ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടത്തപ്പെടുന്നു. തുടർന്ന് ദിവ്യബലിയും. ഇന്ന് രാവിലെ 10 മണിക്ക് അൽമായ ശുശ്രൂഷ സമിതിയുടെ ഒരു യോഗം പള്ളിമേടയിൽ കൂടുന്നു. എല്ലാ അൽമായ സമിതി അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ ഒരു യോഗം രാവിലെ 11:30 പള്ളിമേടയിൽ വെച്ച് കൂടുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ക്ലാസ് PTA 8:30 ദിവ്യബലിക്ക് ശേഷം അതാത് ക്ലാസ്സുകളിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ യോഗത്തിൽ നിർബന്ധമായും എല്ലാ പാരൻസും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു. ലോഗസ് ക്വിസ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുടുംബ യൂണിറ്റ് അംഗങ്ങൾ അവരുടെ പേര്, വീട്ടുപേര്, ഫോൺ നമ്പർ, കുടുംബ യൂണിറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പാരിഷ് ഓഫീസിൽ നൽകേണ്ടതാണ്. സെൻറ്റ് റോക്കീസ് ലത്തീൻ കത്തോലിക്ക സംഘത്തിൻ്റെ 41ാമത് വാർഷിക പൊതുയോഗം 22/6/25 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സെൻറ്റ് റോക്കീസ് പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള SC ഹാളിൽ വെച്ച് കൂടുന്നു. അടുത്ത ആഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ പ്രദക്ഷിണമുണ്ടായിരിക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാരിഷ് ഹാളിൻ്റെ റേറ്റ് നമുക്കറിയാം. നേരത്തെ അനൗൺസ് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹാളിൻ്റെ വാടക 40,000 രൂപ, നോൺ AC-ക്കും 55,000 രൂപ, AC-ക്കുമാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പാരിഷ് കൗൺസിൽ കൂടിയപ്പോൾ അതിനെല്ലാം മുൻപുള്ള ആദ്യത്തെ ഒരു സിറ്റിങ്ങിൽ അതിൽ കൂടുതലായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അത് നമുക്ക് കുറച്ച് 40 ആക്കി. പിന്നീട് 55 AC ഉപയോഗിക്കുന്നവർക്ക്. ഇപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങളായി നമ്മൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നിരിക്കുന്നത്. നമ്മുടെ ഇടവകയിലെ നല്ലൊരു ശതമാനം വ്യക്തികളും ആ ഒരു റേറ്റ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്തവരാണ് എന്നൊരു ചിന്തയുണ്ട്. കാരണം പാരിഷ് ഹാള് കുറേ കൂടിയും എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന രീതിയിൽ ഒരു റേറ്റ് നിശ്ചയിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ വിവാഹാവസരങ്ങളിലൊക്കെ എപ്പോഴും നമ്മളെത്ര പാവപ്പെട്ടവരെന്ന് പറഞ്ഞാലും അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ്. കാരണം പാരിഷ് ഹാള് വാടകയ്ക്ക് എടുക്കുകയും അതിനുശേഷമുള്ള ഡെക്കറേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേലും ഇരട്ടിക്ക് അധികമായിട്ടൊക്കെ നിങ്ങൾ ചിലവാക്കാൻ തയ്യാറാണ്. പക്ഷേ പള്ളിയുടെ കാര്യം പറയുമ്പോൾ
അത് ഒരു പിടുത്തം എപ്പോഴും അതെല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ പള്ളിയിലും ഉള്ളതാണ്. അപ്പോൾ ഈ ഹോള് തന്നെ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു 1 lakh പറയുകയാണെങ്കിൽ അത് കൊടുത്തിട്ട് നിങ്ങളത് ബുക്ക് ചെയ്യും. കാരണം അത് പള്ളിയല്ല. അപ്പോൾ പള്ളിയാകുമ്പോൾ നമ്മൾക്ക് ബാർഗെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് എപ്പോഴും നമ്മൾ കണക്കാക്കുന്നുണ്ട്. എങ്കിലും അത് ആ ഒരു റേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റേറ്റിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു. അപ്പോൾ നമ്മുടെ ഇടവകക്കാർക്ക് ഹോള് ബുക്ക് ചെയ്യുമ്പോൾ നോൺ AC ആണെങ്കിൽ 25,000 രൂപ ആയിട്ട് നിശ്ചയിച്ചു. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തോതിൽ, പിന്നെ മറ്റ് ഹോളുകളിലൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ചെട്ടിക്കാടായാലും മറ്റ് ഹോളുകളിലൊക്കെ ചെയ്യുമ്പോൾ ഡീസൽ ചാർജ് അവർ എക്സ്ട്രാ എടുക്കും. ഇവിടെ ഇത്രയും നാളത്തെ ആ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രീഷ്യനുമായി സംസാരിച്ചു. അപ്പോൾ നമ്മൾ നോൺ AC ഹോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഡീസൽ ചാർജ് 5,000 രൂപയാണ്. ഇപ്പോൾ പഴയ പാരിഷ് ഹോളല്ല, അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് പുനരുദ്ധാരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഡീസൽ ചാർജ് 5,000 രൂപ, അതൊരു കൃത്യമായ കണക്കാണ് കേട്ടോ, അതിനപ്പുറത്തേക്കുമില്ല. അപ്പോൾ അതിൽ നിന്നൊന്നും നമ്മൾ ഇങ്ങനെ പള്ളിക്ക് വേണ്ടിയുള്ള വരുമാനമായിട്ട് കണക്കാക്കുന്നില്ല. ഡീസൽ ചാർജ് 5,000 രൂപ, പിന്നെ ക്ലീനിങ് ചാർജായിട്ട് നമ്മൾക്ക് 2,000 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ 2,000 രൂപ പള്ളിയിലേക്കുള്ളതല്ല, അവിടെ 3 വ്യക്തികളുണ്ടാവും, ക്ലീനിങ് ചാർജ് ഉണ്ടാവും, അത് നോക്കുന്ന വ്യക്തി ഉണ്ടാവും, ക്ലീൻ ചെയ്യുന്ന ആൾ, നോക്കുന്ന ആൾ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന തുകയാണ് 2,000 രൂപ. അപ്പോൾ 25,000 രൂപ ഹോൾ വാടകയും ജനറേറ്ററിന് ഡീസലിന് വേണ്ടി 5,000-ഉം പിന്നെ 2,000 രൂപ ക്ലീനിങ് ചാർജും. ഇതാണ് പുതിയ നിരക്കായിട്ട് വെച്ചിരിക്കുന്നത്. അത് ഇടവക്കാർക്ക് കേട്ടോ 25,000 രൂപ. നമുക്ക് പുറത്തുനിന്നുള്ള വ്യക്തികൾ വരികയാണെങ്കിൽ 5,000 രൂപ കൂട്ടിയിട്ട് 30,000 രൂപയും മറ്റ് ചിലവുകളും. അപ്പോൾ അതോടൊപ്പം തന്നെ AC ഹോളിൻ്റെ വാടക നമ്മൾ വാങ്ങിക്കുന്നത് 55,000 അതിൽ നിന്നും നമ്മളത് 35,000 ആയിട്ട് കുറയ്ക്കുന്നു. ഇപ്പോൾ AC നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് അതൊരു എക്സ്ട്രാ ചിലവുകളാണ് അതിനകത്തേക്ക് വരുന്നത്. AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജനറേറ്റർ വ്യത്യാസമാണ്. ആദ്യത്തെ ജനറേറ്ററിൽ 27 വോൾട്ടാണെങ്കിൽ രണ്ടാമത്തെ ജനറേറ്ററിൽ AC-യിൽ 127. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ചിലവ് കൂടും. 3 മണിക്കൂർ അത് വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 12,000 രൂപ ഡീസലിന് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചതിൻ്റെ പേരിലാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ AC ഹോള് എടുക്കുമ്പോൾ ഇടവക്കാരെന്നോ മറ്റ് വ്യക്തികളെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും 35,000 എൻ്റെ ഹോൾ വാടകയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ ജനറേറ്ററിൻ്റെ ഡീസലായിട്ട് നമുക്ക് 12,000 വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റ് ഡെൽറ്റ് എന്നുള്ള ഒരു ഓയിൽ കൂടിയുണ്ട്, അതിനകത്ത് ചാർജും നമ്മൾ ഈടാക്കുന്നില്ല. അത് എല്ലാ 2,000 രൂപയ്ക്ക് അടുത്ത് വരുന്നതാണത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. 35,000 രൂപ AC ഹോളിന്, 12,000 ജനറേറ്റർ ഡീസലിന്, ക്ലീനിങ് ചാർജ് 2,000. നമ്മുടെ സൈഡ് ഹാൾ ഉപയോഗിക്കുന്നത് അത് ഒത്തിരിയധികം ആളുകൾ വളരെ നല്ലതായിട്ട് പറഞ്ഞു. കാരണം നമ്മുടെ മരണാവശ്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 10,000 രൂപയാണ് നമ്മളതിന് ചിലവ് പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപയും പിന്നെ ക്ലീനിങ് ചാർജ് 1,000 രൂപ, അങ്ങനെ 11,000 രൂപ ആണ്. മറ്റ് പരിപാടികൾക്ക്, മരണാവശ്യമല്ലാതെ മറ്റ് പരിപാടികൾക്ക് 15,000 രൂപ, 15,000 അത്രയുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് പഴയ പോലെ തന്നെ അങ്ങനെ പോകുന്നു. RV ഹോള് നമ്മൾക്ക് 5,000 രൂപയാണ് RV ഹോളിൻ്റെ വാടക. അത് അതുപോലെ തന്നെ തുടരുന്നു. അവിടെ നമ്മൾ ക്ലീനിങ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കുന്നില്ല. ഈ 5,000 രൂപയിൽ നിന്നാണ് ക്ലീനാക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ 4,000 രൂപയായിരിക്കും പള്ളിക്കുള്ള വരുമാനമായിട്ട് മാറുക. സെൻറ്റ് റോക്കി ഹോള് നിങ്ങൾ കണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ എത്രയും വളരെ മനോഹരമായിട്ടാണത് പണിതിരിക്കുന്നത്, അത് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാടക 20,000 രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. അതിൽ നിന്നും മാറ്റി 15,000 രൂപയാക്കി ചുരുക്കുന്നു. 1,000 രൂപ അതിൻ്റെ ക്ലീനിങ് ചാർജായിട്ട് മാറ്റുന്നു. ഇപ്രകാരമാണ് നമ്മുടെ ഹോളിൻ്റെ റേറ്റിനെ കുറിച്ചുള്ള കാര്യം. കാരണം നമ്മുടെ പല കുടുംബേറ്റ് വാട്സപ്പിലും
പരസ്പരം ഇങ്ങനെ ഈ മോശമായ വാക്കുകൾ പോലും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോളിനെ കുറിച്ച് കേൾക്കാനിടയായി ഈ ദിവസങ്ങളിൽ. ഇത് നിശ്ചയിക്കുന്ന ഇത് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കാനിടയായി. ഭയങ്കര കത്തിയാണ്, നമുക്കൊന്നും പറ്റിയില്ല, 1 ലാഖിനടുത്താണ് വാടക എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ പ്രചാരണങ്ങൾ ഒത്തിരിയധികം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുമില്ല. നമ്മൾ ഈ റേറ്റുകളൊക്കെ നിങ്ങളുടെ ഗുഡ് കമ്മ്യൂണിറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.